ഉറക്കെ വലത്തേർ ഉയർത്തി പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ. ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് പറഞ്ഞേ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമെന്ന്. അടുത്ത് നിൽക്കുന്ന ഒരാൾക്കും കൂടെ ഒന്ന് ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ പറഞ്ഞ് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, സാൻജോ ഭവന് ഇന്ന് ഒത്തിരി സന്തോഷകരമായ ദിവസമാണ്. നാളെ യേശുപിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്, 19-ാം തീയതി. അപ്പം നമ്മൾക്ക് ഇന്നാണത്. നമുക്ക് യേശുപിതാവിൻ്റെ മധ്യസ്ഥം വഴി ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഉണ്ടോ? ഉണ്ട്. അപ്പം അതൊക്കെ ഓർക്കാനും നന്ദി പറയാനും ഈ അവസരം നമ്മൾ ഉപയോഗിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, തന്നിൽ പഞ്ഞിക്കാരനച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ആരാ പഞ്ഞിക്കാരനച്ഛൻ? MSC സന്യാസഭയുടെ സ്ഥാപക പിതാവാണ്. അപ്പം ധന്യ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. അപ്പോൾ അച്ഛൻ പറയുന്ന ഇതാണ്, അച്ഛൻ പറയുന്നത് ഇങ്ങനെയാണ്. അച്ഛൻ്റെ മരണസമയത്ത് അച്ഛൻ പറയുകയാണ്, കുഞ്ഞെ നിങ്ങൾ വിഷമിക്കേണ്ട, ദേവസ്വപിതാവ് നിങ്ങളെ കാത്തുകൊള്ളും. അച്ഛൻ്റെ മരണക്കിടയ്ക്കരികിൽ നിൽക്കുന്ന അച്ഛൻ്റെ പ്രിയപ്പെട്ട മക്കളെ നോക്കി, സിസ്റ്റേഴ്സിനെ നോക്കി അച്ഛൻ പറയുകയാണ്, മക്കളെ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളെ യേശുപിതാവ് നോക്കിക്കൊള്ളും. അതിന് മുൻപ് ഒരു വാക്ക് അച്ഛൻ പറയുന്നുണ്ട്. മരണത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ അച്ഛൻ പറയുകയാണ്, അതിപ്രകാരമാണ്, ഇത് ദൈവഹിതമാണ്. അങ്ങനെ പറഞ്ഞിട്ടാണ് അച്ഛൻ പറയുന്നത്, മക്കളെ നിങ്ങളെ യേശുപിതാവ് കാത്തുകൊള്ളും. ഹല്ലേലൂയ. അപ്പം മരണത്തെ പോലും അച്ഛൻ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? ദൈവത്തിൻ്റെ ഹിതമാണ്. എനിക്ക് ഇനി ഈ ഭൂമിയിലൊന്നും ചെയ്യാനില്ല, ഞാൻ ചെയ്യേണ്ടതെല്ലാം നിർവഹിച്ചു. ഇനി സഭ, അച്ഛൻ തുടങ്ങിയ സഭ ഒരിടത്തും എത്തിയിട്ടില്ല, തുടക്കം മാത്രമാണ്. ഇനി ബാക്കി കാര്യങ്ങളെല്ലാം ആര് നോക്കിക്കൊള്ളൂ എന്നാണ് പറയുന്നത്? യേശുപിതാവ് നോക്കിക്കൊള്ളും. അങ്ങനെ യേശുപിതാവിനെ ഭരമേൽപ്പിച്ചിട്ടാണ് സ്ഥാപക പിതാവ് സ്വർഗത്തിലേക്ക് പോകുന്നത്. ഹല്ലേലൂയ. ഇന്ന് വരെയും സഭയുടെ ചരിത്രത്തിൽ നോക്കിയിരിക്കുന്നത് വേറെ ആരുമല്ല, യേശുപിതാവ് തന്നെയാണ്. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ കുടുംബങ്ങളെ യേശുപിതാവിനെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കണം, നോക്കിക്കോളാൻ പറയണം, അല്ലേ? പരിപൂർണമായിട്ട് നോക്കിക്കോളും. നസ്രത്തിലെ തിരുക്കുടുംബത്തെ നോക്കിയതുപോലെ നമ്മുടെയൊക്കെ കുടുംബങ്ങളെയും സഭയെയും ഒക്കെ യേശുപിതാവ് നോക്കിക്കൊള്ളും. വിശുദ്ധ അമ്മ ത്രേസ്യ പറയുന്ന ഒരു വാക്കുകളുണ്ട്. അമ്മ ത്രേസ്യ ഇങ്ങനെ പറയുകയാണ്, യേശുപിതാവിൻ്റെ സഹായം അപേക്ഷിച്ചാൽ ഒരിക്കലും ആ കാര്യം സാധിച്ചു കിട്ടാതെ വരികയില്ല. പറഞ്ഞ്, യേശുപിതാവിൻ്റെ സഹായം അപേക്ഷിച്ചാൽ ഒരിക്കലും ആ കാര്യം സാധിച്ചു കിട്ടാതെ വരികയില്ല. ഇടയ്ക്കൊക്കെ നമ്മൾ ഇവിടെ മെസ്സേജ് പറയുമ്പം പറയാറുണ്ട്, യേശുപിതാവിൻ്റെ മാധ്യസ്ഥം തേടാൻ പറയുന്നു എന്ന്. എന്തിനാണ്? അസാധ്യമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾക്ക് യേശുപിതാവിൻ്റെ മധ്യസ്ഥത്തിന് പ്രത്യേകമായിട്ടുള്ള ശക്തി ഉള്ളതുകൊണ്ട് യേശുപിതാവിൻ്റെ മധ്യസ്ഥം തേടാനായിട്ട് നമ്മളോട് പറയുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള പഠനമാണ് നമ്മുടെ പ്രിയപ്പെട്ട സിബിനച്ഛൻ വിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ നമുക്ക് തന്നത്. അച്ഛന് ആവർത്തിച്ച് ഒരു കാര്യം ഇങ്ങനെ അച്ഛൻ്റെ പ്രസംഗത്തിനിടയ്ക്ക് പറയുകയുണ്ടായി. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. യേശുപിതാവ് ഭാഗ്യപ്പെട്ടവനാണെന്ന് വചനം പറയുന്നു, അല്ലേ? ലിത്തിനിയൊക്കെ ചെല്ലുന്നതിനകത്ത് എന്ത് പറയുന്നു? യേശുപിതാവിനെ എങ്ങനെയാണ് വിളിക്കുന്നത്? ഭാഗ്യവാൻ, ഭാഗ്യപ്പെട്ടവൻ. അപ്പം അച്ഛന് അതിന് ഉത്തരവ് നമുക്ക് തന്നു. എന്തുകൊണ്ടാണ് യേശുപിതാവ് ഭാഗ്യപ്പെട്ടവനായി മാറിയത്? പറഞ്ഞില്ലേ? ഓർക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് യേശുപിതാവ് ഭാഗ്യപ്പെട്ടവനായി മാറിയതെന്നാ അച്ഛൻ പറഞ്ഞത്? കുറേ കാര്യങ്ങൾ പറഞ്ഞു. അത് നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളിലേക്ക് കടന്നു വരാം. യേശുപിതാവിൻ്റെ ചില പ്രത്യേകതകൾ. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ്, വലിയ സഹനശക്തിയും ക്ഷമയുമുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ആര്? യേശുപിതാവ്. വലിയ സഹനശക്തിയും ക്ഷമയും. അതായത് മാതാപിതാക്കളുടെ മരണശേഷം നസറത്തിൽ നിന്ന് ജെറുസലേമിലേക്ക് വരുന്ന സമയത്ത്
സ്വത്തൊക്കെ അപ്പൻ മകന് കൊടുക്കുന്ന സ്വത്ത്, അപ്പനും അമ്മയും മരിച്ചു കഴിഞ്ഞപ്പോൾ അപ്പൻ മകന് കൊടുക്കുന്ന സ്വത്തൊക്കെ യേശുപിതാവിൻ്റെ അധികാരത്തിലാണ്. അപ്പോൾ ഈ സ്വത്തൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ നേരത്തെ തന്നെ അപ്പനോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൻ്റെ ഇഷ്ടം എന്താണ്, ഈ സ്വത്തൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് യേശുപിതാവ് വളരെ കൃത്യമായിട്ട് അപ്പൻ്റെ അടുത്ത് ചോദിച്ച് കുറച്ച് സ്വത്ത് പാവപ്പെട്ടവർക്ക് കൊടുക്കാനും വേറെ കുറച്ച് സ്വത്ത് പള്ളിക്ക് കൊടുക്കാനും വേറെ കുറേ സ്വത്ത് വളരെ അല്പം മാത്രം തനിക്ക് വേണ്ടി കരുതി വെക്കാനും ഒക്കെയാണ് യേശുപിതാവ് തീരുമാനമെടുത്തിരുന്നത്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തു? സഹോദരങ്ങൾ ഈ സ്വത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും അവർ അതിനു വേണ്ടിയിട്ട് മുറവിളി കൂട്ടുകയും, എന്നാൽ സാധാരണ ഒരു മനുഷ്യൻ സ്വത്ത് കൈകാര്യം ചെയ്യുന്നത് പോലെ അല്ല യേശുപിതാവ് സ്വത്ത് കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് തന്നെ ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ യേശുപിതാവിനെ ഒരു മണ്ടനെന്നും വിട്ടിയെന്നും പൊട്ടനെന്നും ഭ്രാന്തനെന്നും ഒക്കെ വിളിച്ചു എന്നാണ് യേശുപിതാവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട്, പിന്നെ സ്വത്തിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു യുദ്ധം തന്നെ യേശുപിതാവിൻ്റെ സ്വത്തിന് വേണ്ടിയിട്ട് അത് കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് പലരും ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള നല്ലൊരു യുദ്ധമൊക്കെ അവിടെ നടന്നതുമായിട്ടൊക്കെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ യേശുപിതാവ് ഇതിൻ്റെ എല്ലാം മുൻപിൽ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ വളരെ നിശബ്ദനും ക്ഷമാശീലനും സഹനശക്തിയുമുള്ള ഒരു മനുഷ്യനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പനും അമ്മയും മരിക്കുന്ന എപ്പോഴാണെന്നറിയോ? യേശുപിതാവിന് വെറും 18 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് യേശുപിതാവിൻ്റെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടിട്ട് യേശുപിതാവ് ഒറ്റയ്ക്കാകുന്നത്. അപ്പോൾ വിശുദ്ധ യേശുപിതാവിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വളരെ ദാരിദ്ര്യത്തെ സ്നേഹിച്ച ഒരു താപസികനായിട്ട് വിശുദ്ധനായിട്ട് ഈ ലോകത്തിൻ്റെതായ സമ്പത്തുകൾക്ക് വേണ്ടിയിട്ടൊന്നും പരക്കം പായാതെ ലളിതമായ ഒരു ജീവിതം നയിച്ച ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു വിശുദ്ധ യേശുപിതാവ്. അപ്പം നമുക്ക് യേശുപിതാവിനെ അനുകരിക്കാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിലെ യുവജനങ്ങൾ ജീവിച്ചിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ നിശബ്ദതയിലും പ്രാർത്ഥനയിലും ദൈവത്തോടൊത്ത് ചരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ യേശുപിതാവ്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും യേശുപിതാവിൻ്റെ മനസ്സിൽ ഒരൊറ്റ ആഗ്രഹമേ ഉള്ളായിരുന്നു. എല്ലാ കാര്യങ്ങളിലും ദൈവം മഹത്വപ്പെടണം, ദൈവത്തിന് മഹത്വം കൊടുക്കണം. ആ ഒരു ചിന്ത മാത്രം മനസ്സിൽ കൊണ്ട് നടന്ന ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ യേശുപിതാവ്. ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക, അതായിരുന്നു യേശുപിതാവിൻ്റെ ഏക ചിന്ത. അതുകൊണ്ട് തന്നെ വിശുദ്ധ യേശുപിതാവ് എങ്ങനെയാണ് പ്രാർത്ഥിച്ചിരുന്നതെന്നറിയാവോ? ദൈവമേ കണ്ടാലും, യേശുപിതാവിൻ്റെ പ്രാർത്ഥനയാണ്, ദൈവമേ കണ്ടാലും അവിടുത്തെ തിരുഹിതം നിറവേറ്റുന്നതിന് ഞാനിതാ വരുന്നു എന്ന് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്താ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? ദൈവമേ കണ്ടാലും അങ്ങയുടെ തിരുഹിതം നിറവേറ്റുന്നതിന് വേണ്ടി ഞാനിതാ വരുന്നു. ഇതാണ് യേശുപിതാവിൻ്റെ ഹൃദയത്തിൽ നിന്ന് എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരുന്ന പ്രാർത്ഥനകൾ. പിന്നെ യേശുപിതാവിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, പിതാവ് തൻ്റെ തീരുമാനങ്ങളിൽ ഒരിക്കലും തെറ്റുപറ്റാത്ത ഒരു മനുഷ്യനായിരുന്നു വിശുദ്ധ യേശുപിതാവ്. എടുക്കുന്ന തീരുമാനങ്ങളിലെല്ലാം തെറ്റുപറ്റാത്ത ഒരു മനുഷ്യനായിരുന്നു വിശുദ്ധ യേശുപിതാവ്. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കിയേ, എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തെറ്റ് പറ്റുന്നതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് വലിയ തകർച്ചകൾ ഉണ്ടാകുന്നത്, വലിയ പരാജയങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എന്നാൽ ഈ യേശുപിതാവിൻ്റെ ജീവിതത്തിൽ എടുത്ത തീരുമാനങ്ങളൊന്നും ഒരിക്കലും തെറ്റിപ്പോയിരുന്നിട്ടില്ല. നസ്രത്തിലെ തിരുക്കുടുംബത്തിൻ്റെ തിരുനാഥനായിരുന്ന അദ്ദേഹത്തിന് ആ കുടുംബത്തിന് വേണ്ടിയിട്ട് ഉണ്ണീശോയെ സംരക്ഷിക്കുക, വളർത്തുക, പരിശുദ്ധ അമ്മയെ സംരക്ഷിക്കുക, അങ്ങനെ തിരുക്കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള വിവിധ ശുശ്രൂഷകളിൽ, വിവിധ ഉത്തരവാദിത്തങ്ങളിൽ ഒരിക്കലും തെറ്റുപറ്റാത്ത ഒരു കുടുംബനാഥനായിരുന്നു വിശുദ്ധ യേശുപിതാവ്. ഇതൊക്കെ നമുക്ക് വലിയ മാതൃകയാണ്. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, യേശുപിതാവിൻ്റെ എല്ലാ കാര്യങ്ങളിലും യേശുപിതാവ് ആശ്രയിച്ചിരുന്നത് ദൈവത്തെ മാത്രമായിരുന്നു. ദൈവത്തിൽ മാത്രം ആശ്രയിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ യേശുപിതാവ്. അപ്പോൾ യേശുപിതാവിന് ഒരിക്കലും തെറ്റുപറ്റിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നു കാണും, അതെങ്ങനെയാണ് വിശുദ്ധ യേശുപിതാവിന് എടുത്ത തീരുമാനങ്ങളിലൊന്നും തെറ്റുപറ്റാതിരുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, എപ്പോഴും യേശുപിതാവ് ആശ്രയിച്ചിരുന്ന ദൈവത്തിലായിരുന്നത് കൊണ്ടും, മറ്റൊരു കാര്യം, യേശുപിതാവ് എപ്പോഴും നയിക്കപ്പെട്ടിരുന്നത് പരിശുദ്ധാത്മാവിനാലായിരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടിരുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവ് എപ്പോഴും
യേശുപിതാവിനോട് സംസാരിച്ചു കൊണ്ടാണിരുന്നത്. എപ്പോഴും പരിശുദ്ധാത്മാവ് ഈ യേശുപിതാവിൻ്റെ ഉത്തരവാദിത്വവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആശങ്കകളിലും വേദനകളിലും വിഷമങ്ങളിലും എന്ത് ചെയ്തുകൊണ്ടിരുന്നു, ചെയ്യേണ്ടത് എന്താണ് എന്ന്, എന്താണ് ചെയ്യരുതാത്തതെന്ന് വളരെ കൃത്യമായിട്ട് യേശുപിതാവിന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ ജീവിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ നേരിയ സ്വരം പോലും വിവേചിച്ചറിഞ്ഞ് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് യേശുപിതാവിന് എന്ത് പറ്റാത്തത്, തെറ്റ് പറ്റാത്തത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുടുംബനാഥന്മാരെന്ന് കൈപൊക്കിക്ക്. ഓരോ കുടുംബത്തെയും ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് ഈ കുടുംബനാഥന്മാരുടെ കയ്യിലാണ്. അപ്പോൾ കുടുംബത്തിന് തകർച്ചയും പതർച്ചയും അസ്വസ്ഥതകളും കടന്നു വരുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാത്ത ഒരവസ്ഥ. ഈ ലോകത്തിൻ്റെതായ അരൂപിക്ക് കുടുംബനാഥന്മാരും കുടുംബനാഥമാരും ഒക്കെ വിധേയപ്പെട്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്വരം കേൾക്കാൻ പറ്റാതെ വരും. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്വരം കേൾക്കാൻ പറ്റാതെ വരുമ്പോൾ ദൈവഹിതം വെളിപ്പെടുത്തി കിട്ടാതെ വരും. അപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും ദൈവഹിതത്തിന് വിരുദ്ധമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും. അതുകൊണ്ടാണ് വിശുദ്ധ യേശുപിതാവിനെ കുറിച്ച് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഉന്നതമായ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു ആര്? വിശുദ്ധ യേശുപിതാവ്. ഫുൾ ടൈം പൂർണ്ണമായിട്ടും യേശുപിതാവിൻ്റെ സമയം ചെലവഴിച്ചിരുന്നത് പ്രാർത്ഥനയിലായിരുന്നു എന്നാണ് പറയുന്നത്. ദൈവത്തോടൊത്തുള്ള പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചിരുന്നത് കൊണ്ട് ഒരു പാപത്തിന്മകളിലും പെടാതെ പരിശുദ്ധാത്മാവിൻ്റെ നേരിയ സ്വരം പോലും കേൾക്കാവുന്നത് പോലെ ദൈവവുമായുള്ള അത്രമാത്രം ഗാഢമായ ബന്ധത്തിൽ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു ആര്? വിശുദ്ധ യേശുപിതാവ്. വലത്തേറുമീർത്തി ആമേൻ ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് യേശുപിതാവ് വളരെ അതിധീരനായ ഒരു വിശ്വാസ ജീവിതം നയിച്ച ഒരു മനുഷ്യനായിരുന്നു. വിശ്വാസം, ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം, അതുപോലെ തന്നെ വിശുദ്ധിയിൽ എത്രത്തോളം ഒരു മനുഷ്യൻ എന്ന നിലയിൽ വിശുദ്ധിയിൽ ജീവിക്കാമോ ആ വിശുദ്ധിയിൽ ജീവിച്ച ഒരു കുടുംബനാഥനായിരുന്നു ആര്? വിശുദ്ധ യേശുപിതാവ്. ഇപ്പോൾ അച്ഛൻ പറഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞ ഒരു കാര്യമാണ്, യേശുപിതാവിൻ്റെ 3 പ്രത്യേകതകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിലൊന്നായിട്ട് അച്ഛൻ എടുത്തു പറഞ്ഞതാണ് അധ്വാനം. ഒരുപാട് കുടുംബത്തിന് വേണ്ടിയിട്ട് അധ്വാനിച്ച വ്യക്തിയാണ് വിശുദ്ധ യേശുപിതാവ്. അതും നമ്മളുടെ ഓർമ്മയിൽ നമ്മൾ എടുക്കേണ്ട ഒന്നാണ്. മറ്റൊന്നാണ് യേശുപിതാവിൻ്റെ പ്രത്യേകതയാണ്, യേശുപിതാവ് ഭയങ്കരമായിട്ടുള്ള അനുസരണത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും വിനയത്തിൻ്റെയും വിവേകത്തിൻ്റെതുമായ ഒരു വ്യക്തിത്വം രൂപപ്പെടുത്തിയെടുത്ത വ്യക്തിയായിരുന്നു. അനുസരണം, വിനയം, വിധേയത്വം, ഇത് യേശുപിതാവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മുഖമുദ്രയായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ അനുസരിക്കാനായിട്ട് സാധിക്കുമായിരുന്നു. ആരെയും അനുസരിക്കാൻ സാധിക്കുന്ന, മാതാവ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുമായിരുന്നു, ഉണ്ണീശ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുമായിരുന്നു, അതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുമായിരുന്നു. എപ്പോഴും അനുസരണയുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ, ദൈവത്തിൻ്റെ കൽപ്പനകൾ വളരെ സൂക്ഷ്മതയോടെ വളരെ കൃത്യതയോടെ അനുസരിച്ചിരുന്ന ഒരു കുടുംബനാഥനായിരുന്നു വിശുദ്ധ യേശുപിതാവ്. അപ്പം അതൊക്കെ നമ്മൾ സ്വന്തമാക്കേണ്ട, നമ്മൾ യേശുപിതാവിനെ നോക്കിയിരുന്ന് പഠിക്കേണ്ട ഗുണങ്ങളാണത്. അതുപോലെ വിവേകം, നിശബ്ദത, സമചിത്തത, ദൈവസ്നേഹം, സഹോദര സ്നേഹം, ഇതെല്ലാം വിശുദ്ധ യേശുപിതാവിനെ ധ്യാനിക്കുകയാണെങ്കിൽ, വിശുദ്ധ യേശുപിതാവിനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് തോന്നും, ഇതുപോലെ ദൈവത്തെ സ്നേഹിച്ച വേറെ ഒരാളുണ്ടാകുമോ? ഇതുപോലെ സഹോദര സ്നേഹത്തിൽ ജീവിച്ച വേറൊരു വ്യക്തി ഉണ്ടാകുമോ? ഇതുപോലെ വിശുദ്ധിയിൽ ജീവിച്ച വേറൊരു വ്യക്തി ഉണ്ടാകുമോ? ഇതുപോലെ ദൈവത്തിൻ്റെ കൽപ്പനകളൊക്കെ വളരെ കൃത്യമായിട്ട് അനുസരിച്ച വേറൊരു വ്യക്തി ഉണ്ടാകുമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുപിതാവിനെ നോക്കി പഠിക്കണം. നമ്മൾ യേശുപിതാവിനെ ധ്യാനിച്ച് യേശുപിതാവിൻ്റെ ആ സ്വഭാവ സവിശേഷതകൾ ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കണം. വലത്തുകരമുയർത്തി ആമേൻ ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ജോസഫുമാരെന്ന് കൈപൊക്കിക്ക്. ജോസഫുമാർ കൈപൊക്കിക്കണ്ടോ? എല്ലാ ജോസഫുമാർക്കും യേശുപിതാവിൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരത്തെ തന്നെ നേരുന്നു. ആമേൻ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ആമേൻ ഹല്ലേലൂയ. പിന്നെ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനായിട്ട് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, യേശുപിതാവ് തിരുക്കുടുംബത്തിൻ്റെ നാഥനായിരുന്നു, സംരക്ഷകനായിരുന്നു, പരിപാലകനായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ തിരുക്കുടുംബത്തിൻ്റെ
ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു? യോസേപ്പിതാവ് കുടുംബനാഥനായിരുന്ന തിരുക്കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആ തിരുക്കുടുംബത്തിൽ സംഭവിച്ചത് എന്താണെന്നറിയാവോ? ദൈവത്തിൻ്റെ പദ്ധതി മാത്രമാണ്. ഹല്ലേലൂയ. അത് മാർപ്പാപ്പ പറയുകയാണ്, വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ പറയുന്നുണ്ട് തൻ്റെ ഒരു അപ്പസ്തോലിക രേഖയിൽ, വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ എഴുതിയ തൻ്റെ അപ്പസ്തോലിക രേഖയിൽ മാർപ്പാപ്പ ഇപ്രകാരം പറയുകയാണ്. ആ അപ്പസ്തോലിക രേഖയുടെ പേരെന്താണെന്നറിയാവോ? കുടുംബം ഒരു പങ്കാളിത്തം. കുടുംബം ഒരു പങ്കാളിത്തം എന്ന് പറയുന്ന ഒരു അപ്പസ്തോലിക രേഖ. ഇത് ആർക്ക് വേണ്ടി എഴുതിയതായിരിക്കാം? തീർച്ചയായിട്ടും അതിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം ഇത് വൈദികർക്ക് വേണ്ടി എഴുതപ്പെട്ടതല്ല, സന്യസ്തർക്ക് വേണ്ടി എഴുതപ്പെട്ടതല്ല. പിന്നെ അത് ആർക്ക് വേണ്ടി എഴുതപ്പെട്ടതാ? കുടുംബ ജീവിതക്കാർക്ക് വേണ്ടി മാർപ്പാപ്പ എഴുതിയ ഒരു അപ്പസ്തോലിക രേഖയാണ് കുടുംബം ഒരു പങ്കാളിത്തം. അതിനകത്ത് മാർപ്പാപ്പ എടുത്തു പറയുന്നൊരു കാര്യം എന്താണെന്നറിയാവോ? കുടുംബത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി ജീവിക്കണം. പറഞ്ഞേ, കുടുംബത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി ജീവിക്കണം. ഇതൊരു വലിയ കാര്യമാണ്. ഇതാണ് യോസേപ്പിതാവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഇതാണ് നസറത്തിലെ തിരുകുടുംബത്തിൽ സംഭവിച്ചത്. അവിടെ മറ്റെന്തെങ്കിലും ഒന്ന് സംഭവിച്ചിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ എല്ലാ പദ്ധതികളും താളം തെറ്റിയേനെ. കണ്ടോ? അതുകൊണ്ടാണ് മാർപ്പാപ്പ പറയുന്നത്, വളരെ കൃത്യമായിട്ട് മാർപ്പാപ്പ പറയുകയാണ്, കുടുംബത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി ജീവിക്കണം എന്ന് പറയുമ്പോൾ ഓരോ കുടുംബവും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ദൈവത്താൽ ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വേണ്ടി രൂപപ്പെടുത്തപ്പെട്ടിരിക്കുന്നതാണ്. ആമേൻ. അപ്പം നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി അല്ലാത്തതായിട്ട് ഒന്നും സംഭവിച്ചില്ല. എപ്പോഴും യോസേപ്പിതാവും മാതാവും ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് കൈനീട്ടി വാങ്ങിയത് എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. തിരുക്കുടുംബം രൂപപ്പെടുത്തുന്ന സമയത്ത് പോലും പരിശുദ്ധ അമ്മ ദൈവദൂതൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, ഈ തിരുക്കുടുംബത്തെ രൂപപ്പെടുത്തുമ്പോൾ പരിശുദ്ധ അമ്മ പറയുന്നത് ഒരൊറ്റ കാര്യമാണ്: ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസി. എപ്പോഴും സ്വന്തം ഇഷ്ടങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ തിരുക്കുടുംബത്തിലൂടെയുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് കാതോർത്തിരുന്നവരാണ് യോസേപ്പിതാവും മാതാവും ഉണ്ണീശോയും. പ്രൈസ് ദി ലോർഡ്. വലത്തേറും ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങളൊന്ന് വീശിക്കേ ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ആമേൻ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ദാമ്പത്യം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ഇവിടെ ഇരിക്കുന്ന ദമ്പതികൾ മാത്രം ഒന്ന് കൈവക്കിക്കുക. ദമ്പതികളാകാൻ പോകുന്നവരിപ്പോൾ വേണ്ട, ദമ്പതികളായവർ എല്ലാവരും തന്നെ. അതെ. അപ്പം എന്താണ് ഈ ദാമ്പത്യം? നിങ്ങൾ ദാമ്പത്യ ജീവിതമല്ലേ നയിക്കുന്നത്, കുടുംബജീവിതമല്ലേ നയിക്കുന്നത്? ഈ ദാമ്പത്യം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ആർക്കാ പറയാൻ പറ്റുന്നത്? ബാക്കി എന്ത് ചോദിച്ചാലും പറയാമായിരുന്നു, ഇത് മാത്രം പറയാൻ കിട്ടുന്നില്ല എന്നുള്ള രീതിയിലാണ് ചിലർ എന്നെ നോക്കുന്നത്. ദാമ്പത്യം എന്ന വാക്കിൻ്റെ അർത്ഥം ഒരുമിച്ച് സമർപ്പിക്കുക എന്നാണ്. എന്താണ്? ഇനി ആരെങ്കിലും ചോദിച്ചാൽ ചാടി പറയണം. ദാമ്പത്യ ജീവിതം ആരംഭിച്ചിട്ട് കുറേ വർഷങ്ങളായി, ഇപ്പോൾ 10-60 വർഷമായി, 10-70 വർഷമായി. പക്ഷേ നമുക്ക് ആ വാക്കിൻ്റെ അർത്ഥം പോലും അറിയത്തില്ല. എന്താണ് മാർപ്പാപ്പ പറയുന്നത്? വളരെ കൃത്യമായിട്ട് പറയുകയാണ്, ദാമ്പത്യം എന്ന വാക്കിൻ്റെ അർത്ഥം ഒരുമിച്ച് സമർപ്പിക്കുക. ഒരുമിച്ച് സമർപ്പിക്കുന്ന എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയിട്ടാണ് ഒരുമിച്ച് സമർപ്പിക്കുന്നത്? ഒരുമിച്ച് നിങ്ങൾ ആർക്കാ സമർപ്പിക്കുന്നത്? ഭാര്യ ഭർത്താവിനും, ഭർത്താവ് ഭാര്യയ്ക്കുമാണോ സമർപ്പിക്കുന്നത്? അല്ല, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് സമർപ്പിക്കുന്നത് ആർക്കാണ്? ദൈവത്തിനാണ് സമർപ്പിക്കുന്നത്. ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്ന അതേ കാര്യമാണ് സംഭവിക്കുന്നത്. ദൈവത്തിൻ്റെ പദ്ധതികൾ കൈനീട്ട് വാങ്ങുക. ഹല്ലേലൂയ. മാർപ്പാപ്പ പറഞ്ഞില്ലേ, കുടുംബത്തിൽ എന്താ സംഭവിക്കേണ്ടത്? ദൈവത്തിൻ്റെ പദ്ധതി ജീവിക്കണം. അപ്പൊ കുടുംബത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി ജീവിക്കാൻ വേണ്ടിയിട്ട് ദൈവം തിരഞ്ഞെടുക്കുന്ന ഒരു സ്ത്രീയും ഒരു പുരുഷനും അവര് ദമ്പതികളാകുന്നു, ദാമ്പത്യ ജീവിതം തുടങ്ങുന്നു. ആ ദാമ്പത്യ ജീവിതത്തിൽ ഒരുമിച്ച് 2 പേരും കരങ്ങൾ നീട്ടുന്നു. എന്തിനു വേണ്ടി കരങ്ങൾ നീട്ടുന്നു?
എന്തിനു വേണ്ടിയാണ് കരങ്ങൾ നീട്ടുന്നത്? ദൈവത്തിൻ്റെ പദ്ധതി ഏറ്റെടുക്കാൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞേ. ദൈവത്തിൻ്റെ പദ്ധതികൾ ഏറ്റെടുക്കാൻ ഇതാ ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്? വിശുദ്ധ പൗലോസ്ലീഹ പറയുകയാണ്, തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 2:4 പറയുകയാണ്, ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്? ആർക്കെങ്കിലും പറയാൻ ആഗ്രഹമുണ്ടോ? എന്താണ് ദൈവത്തിൻ്റെ പദ്ധതി? നമുക്ക് വചനത്തിലൂടെ തന്നെ കടന്നു പോകാം. വചനം പറയുന്നു, പൗലോസ്ലീഹ പറയുന്നു, ദൈവത്തിന് ഒരേ ഒരു പദ്ധതിയേ ഉള്ളൂ. അതിതാണ്, എല്ലാവരും രക്ഷപ്പെടണമെന്നും സത്യം അറിയണമെന്നും അവിടുന്ന് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് എന്ന് പറഞ്ഞേ? എല്ലാവരും സത്യം അറിയണമെന്നും രക്ഷ പ്രാപിക്കണമെന്നും. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വചനം ഒന്നോടെ വായിക്കാം. എല്ലാവരും രക്ഷപ്പെടണമെന്നും സത്യം അറിയണമെന്നും. അപ്പോൾ ഒരു ചോദ്യം, കുഞ്ഞു ചോദ്യം, എല്ലാവരും രക്ഷപ്പെടുന്നത് എങ്ങനെയാ? എല്ലാവരും രക്ഷപ്പെടുന്നത് എങ്ങനെയാ? സത്യം അറിയുന്നതിലൂടെയാണ്. ഈ സത്യം എന്ന് പറയുന്നത് എന്താ? കുമ്പസാരിക്കാൻ ആഗ്രഹമുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റിയല്ലാവേ. ഈ സത്യം എന്ന് പറയുന്നത് എന്താ? സത്യം എന്ന് പറയുന്നത് എന്താ? ഈശോയാണ്. യേശുവാണ് സത്യം, വേറൊന്നുമല്ല. യേശുവാണ് സത്യം. അപ്പൊ എല്ലാവരും രക്ഷപ്പെടണമെന്നും സത്യം അറിയണമെന്നും ദൈവം ആഗ്രഹിക്കുന്നുവെന്നാണ് പൗലോസ്ലീഹ എഴുതിയിരിക്കുന്നത്. അപ്പൊ സത്യത്തെ അറിയിക്കുക, അങ്ങനെ ആ സത്യത്തെ അറിയിച്ചുകൊണ്ട് സകലരുടെ രക്ഷ സാധ്യമാക്കുക എന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതിയോടാണ് ദമ്പതികള് സ്വീകരിക്കുന്നത്, അല്ലെ ദമ്പതികൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. ഹല്ലേലൂയ. അതിന് തുടക്കം കുറിക്കുന്നത് എവിടെയാ? എല്ലാവരും രക്ഷപ്പെടുത്താൻ വേണ്ടി, എല്ലാവരും സത്യം അറിയിക്കാൻ വേണ്ടി നിങ്ങൾ ജീവിച്ചു തുടങ്ങുന്നത് എവിടെയാ ജീവിച്ചു തുടങ്ങുന്നത്? ഒരുമിച്ച് കൈനീട്ടി സമർപ്പിച്ചല്ലേ? ദാമ്പത്യം എന്ന് പറയുന്നത് എന്താന്നാ പറഞ്ഞത്? ദാമ്പത്യം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ഒരുമിച്ച് സമർപ്പിക്കുക. അപ്പോൾ ഒരുമിച്ച് സമർപ്പിച്ചിട്ട് നിങ്ങൾ ജീവിതം ആരംഭിക്കുന്നത് എവിടെയാ? ഒരുമിച്ച് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അതെന്തായി തീർന്നു? അത് കുടുംബമായി തീർന്നു, അല്ലേ? അപ്പം ഈ കുടുംബത്തിനാണ് എല്ലാവരും സത്യം അറിയാൻ വേണ്ടി, എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങളുടെ ശുശ്രൂഷകൾ നിങ്ങൾ ആരംഭിക്കുന്നത്. ശരിയാണോ? ശരിയാണ്. അവിടെ നമുക്കൊരു മോഡലുണ്ട്, അവിടെ നമുക്കൊരു മാതൃകയുണ്ട്. ഒരു കുടുംബനാഥൻ എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു മോഡല്, ഒരു കുടുംബനാഥ എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു മോഡല്, ആ കുടുംബത്തിലേക്ക് വന്ന് പിറക്കുന്ന മക്കൾ എങ്ങനെയായിരിക്കണം എന്നുള്ള മോഡല്. അതെങ്ങോട്ടാ? ആരാ ഈ മോഡലൊക്കെ? ആരാ ഈ മാതൃകയൊക്കെ? ആരാ? തിരുക്കുടുംബമാണ്. അവിടെ യേശുപിതാവുണ്ട്. ഞാൻ വിവാഹം കഴിഞ്ഞല്ലോ, ഒരു കുടുംബനാഥനായല്ലോ, ഒരപ്പനാകാൻ പോകുവാണല്ലോ, ഞാനൊരു ഭർത്താവായല്ലോ, ഞാനൊരു ഭാര്യയായല്ലോ, ഇനി ഞാനൊരു അമ്മയാകാൻ പോകുവാണല്ലോ, എനിക്കൊരു കുടുംബമുണ്ടല്ലോ. ഇവിടെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ആരോടാ ചോദിക്കുന്നത്? എങ്ങോട്ടാണ് ഞാൻ നോക്കുന്നത്? എനിക്ക് നോക്കാനൊരു ഇടമുണ്ട്, എനിക്ക് നോക്കാനൊരു മാതൃകയുണ്ട്, എനിക്ക് പറഞ്ഞു തരാൻ ആളുകളുണ്ട്. ആരാണത്? യേശുപിതാവും മാതാവും ഉണ്ണീശോയും. ഈ എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടിയും എല്ലാവരും സത്യം അറിയാൻ വേണ്ടിയിട്ടും ഈശോ വന്ന് പിറന്നത് എവിടെയാണ്? എല്ലാവരുടെയും രക്ഷകനായി, എല്ലാവർക്കും രക്ഷകനായി ഈശോ വന്ന് പിറന്നത് എവിടെയാണ്? ഒരു കുടുംബത്തിലാണ് ഈശോ ജനിച്ചത്, വളർന്നത്, എല്ലാ കുടുംബത്തിലാണ്. അപ്പോൾ ഇത് അവസാനം വരെയുള്ള ഒരു വലിയ ദൗത്യമാണ്, ഉത്തരവാദിത്തമാണ്. എന്ത്? ദാമ്പത്തിക ജീവിതം, കുടുംബ ജീവിതം. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. വലത്തേറ് ഉയർത്തി പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ, വിവാഹം കഴിയുമ്പോൾ നമ്മളൊരു വലിയ ദൈവ വിളി സ്വീകരിക്കുകയാണ്. ദൈവത്തിന് വേണ്ടിയിട്ട് മാറ്റി നിർത്തപ്പെട്ടവനായിട്ട് ദൈവത്തിൻ്റെ പദ്ധതികൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട്, ദൈവഹിതത്തോട് പരിപൂർണമായിട്ട് യോജിക്കാൻ വേണ്ടിയിട്ട് ഒരു ദൈവ വിളി സ്വീകരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ദൈവത്തിൻ്റെ പ്രത്യേക വിളി സ്വീകരിച്ചവരല്ലേ ഇവിടെ ഇരിക്കുന്നവർ? ആണോ? അതെ. ഈ ദൈവവിളി സ്വീകരിച്ചപ്പോൾ അത് എന്തായി മാറി? അതൊരു കുദാശയായി മാറി. വിവാഹം എന്ന് പറയുന്നത് എന്താണ്? ഒരു കുദാശയാണ്. ഇതൊരു ദൈവവിളിയാണ്, ഇതൊരു കുദാശയാണ്. ആമേൻ, ഹല്ലേലൂയ. ഇതൊരു വലിയ ദൈവിക രഹസ്യമാണ്.
കുടുംബജീവിതം എന്ന് പറയുന്നത് ഒരു ദൈവവിളിയാണ്, ഒരു വലിയ ദൈവിക രഹസ്യമാണ്, ഇതൊരു കുദാശയാണ് എന്ന് പറയുമ്പോൾ ഇവിടെ സംഭവിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ ഹിതമാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഹല്ലേലൂയ. വിശുദ്ധ മരിയ ഗൊരേത്തിയെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത്, വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് മാർപ്പാപ്പ ആരുടെ കൈയാ മുത്തിയെന്നറിയാവോ? അമ്മയുടെ. വിശുദ്ധ മരിയ ഗൊരേത്തിയുടെ അമ്മയുടെ കൈ മുത്തിയിട്ട് ആ അമ്മയോട് മാർപ്പാപ്പ നന്ദി പറഞ്ഞു. തിരുസഭയ്ക്ക് ഒരു വിശുദ്ധയെ തന്നതിന് നന്ദി അമ്മേ. കണ്ടോ? അപ്പോൾ അതൊരു വലിയ ദൈവത്തിൻ്റെ പദ്ധതിയാണ് അവിടെ സംഭവിച്ചത്. ആ കുടുംബത്തിലൂടെ സഭ അനുഗ്രഹിക്കപ്പെടുവാണ്, സഭയ്ക്കൊരു വിശുദ്ധിയെ കിട്ടുകയാണ്. ആമേൻ, ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മനസ്സിൽ കുടുംബജീവിതം നയിക്കുന്ന വിവാഹം എന്ന കുദാശയിലൂടെ ദൈവവിളി സ്വീകരിച്ച് ദൈവത്തിൻ്റെ വലിയ രഹസ്യ പദ്ധതികൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച് രണ്ടുപേരും ഒരുമിച്ച് കൈകോർത്ത് കൈനീട്ടി തമ്പുരാൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഇത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. ഇവിടെ എൻ്റെ തോന്നിവാസങ്ങൾ, എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ താല്പര്യങ്ങളൊന്നുമല്ല എൻ്റെ കുടുംബത്തിൽ സംഭവിക്കേണ്ടത്. നമുക്കറിയാം, കുഞ്ഞു കാര്യങ്ങളിൽ പോലും നമ്മുടെ ഇഷ്ടം വിട്ടുകൊടുക്കാൻ നമുക്ക് ഇഷ്ടമില്ലാത്തവരാ. ആണോ? അതെ, ചെറിയ കാര്യത്തിൽ പോലും പലപ്പോഴും കുടുംബജീവിതം തകരുന്നത് എങ്ങനെയാ? ഡൈവേഴ്സിലേക്കൊക്കെ എത്തുന്നത് എങ്ങനെയാ? ജീവിതം ആരംഭിക്കുന്ന നിമിഷം മുതൽ ഭാര്യയ്ക്ക് ഭാര്യയുടെ ഇഷ്ടം വിട്ടുകൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ, ഭർത്താവിന് ഭർത്താവിൻ്റെ ഇഷ്ടം വിട്ടുകൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ രണ്ടുപേരും തമ്മിൽ കലഹിക്കാൻ തുടങ്ങും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഹോദരിയായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഈ വഴക്കിൻ്റെ തുടക്കം എവിടെയാണ്? അല്ലേ, ഒരു തുടക്കം വേണ്ടേ? നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളുടെ തുടക്കം എവിടെയാണ്? അപ്പോൾ ആ സഹോദരി എന്നോട് പറയുമായിരുന്നു, തുടക്കം വലിയ പ്രശ്നങ്ങളൊന്നുമല്ല, ഞാനൊരു ഡ്രസ്സ് എടുത്തിടും, അപ്പം അദ്ദേഹം പറയും ഈ ഡ്രസ്സ് ഇടണ്ട, അപ്പം അതെനിക്ക് ഇഷ്ടപ്പെടുകയില്ല, അതെൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണെന്ന് ഞാൻ പ്രഖ്യാപിച്ചിട്ട് ഞാൻ ആ ഡ്രസ്സ് ഇട്ടങ്ങ് പോകും. അല്ലേ, ഞാൻ എവിടെയെങ്കിലും പോകാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങുമ്പോൾ അദ്ദേഹം പറയും ആ കമ്മലിടണ്ട, ആ വളയിടണ്ട, അല്ലെ ഇങ്ങനെ ഒരുങ്ങണ്ട, ഇങ്ങനെ ചെയ്താൽ മതി, ആ ഡ്രസ്സ് ഇട്ടാൽ മതി, ഈ ഡ്രസ്സ് ഇടണ്ട എന്ന് പറഞ്ഞ് പല കാര്യങ്ങളും എന്നെ ഇങ്ങനെ എൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് എന്നെ നിർബന്ധിക്കുമ്പോൾ എനിക്കതിഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ പറയും, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം നോക്കും, ഞാൻ എൻ്റെ ഇഷ്ടം നോക്കാം. അത് ചെന്ന് അവസാനിക്കുന്ന എവിടെയായിരിക്കും? അല്ലേ? അപ്പം ചെറിയ കാര്യങ്ങളിലാണ് തുടങ്ങുന്നത്. പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഭാര്യ എന്ന നിലയിൽ ഭർത്താവിന് എപ്പോഴും എല്ലാ കാര്യങ്ങളിലും എങ്ങനെയായിരിക്കണം? ആ വാക്കൊന്ന് പറയാവോ? വിധേയത്വം. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന് വിധേയത്വമുള്ളവരായിരിക്കണം. വിധേയത്വം എന്ന് പറയുന്നത് വലിയ ആനക്കാര്യങ്ങളിൽ മാത്രമല്ല, കുഞ്ഞു കാര്യങ്ങളിൽ പോലും. ആ വളയിടണ്ടെന്ന് പറഞ്ഞാൽ ഇടണ്ടെന്ന് വെച്ചേക്കണം, ആ സാരി ഉടുക്കണ്ടെന്ന് പറഞ്ഞാൽ സാരി ഉടുക്കണ്ടെന്ന് വെച്ചേക്കണം, അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞാൽ പോകണ്ട എന്ന് വെച്ചേക്കണം, ആ കുട്ടികിട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട എന്ന് വെച്ചേക്കണം. അനുസരണം വിധേയത്വമുള്ളവർക്കേ പറ്റുള്ളൂ. വിധേയത്വമുള്ളവർക്ക് ഭർത്താവിനെ അനുസരിക്കാൻ പറ്റുള്ളൂ. വിധേയത്വമുള്ള കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളെ അനുസരിക്കാൻ പറ്റുള്ളൂ. വിധേയത്വമുള്ളവർക്ക് അധികാരികളെ അനുസരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങളെ നമ്മൾ വളരെ അമിതമായിട്ടുള്ള പ്രാധാന്യം കൊടുത്ത് ഇതെൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യമാണ്, ഇടപെട്ടുകൂടാ എന്ന് പറയുമ്പോൾ, നമ്മൾ വിധേയമില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ അത് ചെന്ന് അവസാനിക്കുന്നത് ആ കുടുംബത്തിൻ്റെ തകർച്ചയിലാണ്. ഈ ലക്ഷണം നമ്മൾ കാണിക്കുന്നത് കുഞ്ഞായിരിക്കുമ്പോൾ, ഒരു യുവാവായിരിക്കുമ്പോൾ, യുവതിയായിരിക്കുമ്പോൾ മാതാപിതാക്കളെ അനുസരിക്കാതെ നടക്കുന്ന ഒരാൺകുട്ടിക്കോ ഒരു പെൺകുട്ടിക്കോ വിവാഹം കഴിഞ്ഞ് വേറൊരു വീട്ടിൽ ചെന്നാൽ അവൻ്റെ ഭർത്താവിനെയോ അവളുടെ ഭർത്താവിനെയോ അവളുടെ മാതാപിതാക്കളെ അനുസരിക്കാൻ പറ്റുമോ? അപ്പോൾ ഈ വിധേയത്വവും അനുസരണവും എവിടുന്നാണ് പഠിക്കേണ്ടത്? പറഞ്ഞ്, എവിടുന്ന് പഠിക്കണം? കുടുംബങ്ങളിൽ നിന്ന് പഠിക്കണം. ആരാ പഠിപ്പിക്കേണ്ടത്? യൗസേപ്പിതാവിനെ പോലെയുള്ള അപ്പന്മാരാണ് കുഞ്ഞുങ്ങളെ അനുസരണവും വിധേയത്വവും വിശുദ്ധിയുടെയൊക്കെ വില പഠിപ്പിക്കേണ്ടത്. നമ്മൾ ആരെ അനുസരിക്കാതെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ മക്കൾ നമ്മളെ അനുസരിക്കുമോ? ഇല്ല. നമ്മുടെ ധന്യൻ പഞ്ഞിക്കാരൻ അച്ഛൻ്റെ അപ്പൻ
അച്ഛൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എഴുതിയ കത്ത് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അപ്പൻ, മോൻ എവിടെ പഠിക്കുക? കോളേജിൽ പഠിക്കുക. ആരാ? ഏത് മോനാ? തന്യൻ പഞ്ഞിക്കാരൻ അച്ഛൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അപ്പൻ മകൻ എഴുതിയ കത്താണ്. 1, നിന്റെ സകല പ്രവൃത്തികളും ദൈവമഹത്വത്തിനായി ഉത്സാഹത്തോടെ ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. കേട്ടോ, ആ അപ്പൻ്റെ ഒരു ജ്ഞാനം നോക്കിക്കേ. അപ്പൻ മകൻ എഴുതുവാണ്. എന്താ എഴുതിയത്? നിന്റെ സകല പ്രവൃത്തികളും നീ എന്ത് ചെയ്യണം? അത്യുത്സാഹത്തോടെ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നീ ചെയ്യണം. 2, എളിമ എപ്പോഴും മനസ്സിൽ കുടിപ്പാർക്കട്ടെ. 3, നിഹളം എന്ന പിശാച് ഒരിക്കലും നിന്നെ കാണാതെയും തൊടാതെയും ഇരിക്കട്ടെ. 4, മടി ഒരിക്കലും നിന്നിൽ ഉണ്ടാകാതിരിക്കട്ടെ. 5, കീഴ്വഴക്കം എപ്പോഴും നിന്നെ പൊതിഞ്ഞിരിക്കട്ടെ. 6, ദൈവസ്നേഹം നിന്റെ ജീവനായിരിക്കട്ടെ. 7, എൻ്റെ മകനെ, പഠനത്തിലും പ്രായത്തിലും മുന്നോട്ട് പോകുന്നത് പോലെ തന്നെ പുണ്യ അഭ്യാസത്തിലും നീ ശീഘ്രമായി മുന്നോട്ട് പോകണം. 8, മനസ്സറിഞ്ഞ് ഒരു പാവം പോലും നീ ചെയ്യരുത്. 9, അമലോത്ഭവ മാതാവിനോട് നീ എപ്പോഴും പ്രാർത്ഥിക്കണം. 10, എപ്പോഴും നിന്റെ മനസ്സും മുഖവും സന്തോഷം കൊണ്ട് വിടർന്ന് ഒരു പുഷ്പം പോലെ ഇരിക്കണം. എപ്പോഴും നിന്റെ മനസ്സും മുഖവും സന്തോഷം കൊണ്ട് വിടർന്ന ഒരു പുഷ്പം പോലെ ഇരിക്കണം. 11, എൻ്റെ മകനെ, കറ കൂടാതെ ജീവിക്കാൻ നമ്മുടെ കുടുംബ പിതാവും നിന്റെ പേരിൻ്റെ കാരണഭൂതനുമായ യേശുപിതാവിനോട് നീ നിരന്തരം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. കണ്ടോ, നമ്പരിട്ട് അപ്പൻ മകന്, അന്ന് നമുക്ക് ഫോണൊന്നും ഇല്ലല്ലോ ഇതുപോലെ, അപ്പൻ മകൻ എഴുതിയ കത്താണ്. അതായത് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും തെറ്റിലോ ഏതെങ്കിലും പാവത്തിലോ ഏതെങ്കിലും തിന്മയിലോ മോൻ വീണു പോകുമോ, അവൻ വഴിതെറ്റി പോകുമോ എന്നുള്ള ആകാംക്ഷയോടെ ആകുലതയോടെ അപ്പനിരുന്ന് മകന് വേണ്ടി എഴുതിയ കത്താ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. അപ്പോൾ ആ മകൻ്റെ വിശുദ്ധ ജീവിതത്തിന് ഏറ്റവും കൂടുതൽ തുണയായി നിന്നത്, സഹായമായി നിന്നത് ആരാ? അപ്പനല്ലേ? ആണോ? അതെ. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ മക്കളോട് പറയുകയോ മക്കൾക്ക് എഴുതി അയക്കുകയോ ഫോണിൽ കൂടെ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടോ? നമ്മൾ അവരെ പഠിപ്പിക്കുമ്പോഴും പറഞ്ഞയക്കുമ്പോഴും ഒക്കെ നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് ഇതുപോലെ മക്കൾ പാപം ചെയ്യാതെ, ദൈവത്തിൽ നിന്ന് അകലാതെ, ദൈവത്തിന് ഇഷ്ടപ്പെട്ട മക്കളായി, വിശുദ്ധിയുള്ള മക്കളായി വളരണമെന്നാണോ മാതാപിതാക്കളായി നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതല്ലേ? അതുകൊണ്ടാണ് കുടുംബജീവിതത്തിലൂടെയുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ ദമ്പതികൾ ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ കൃത്യമാകുകയാണ്. ഇന്ന് സഭയ്ക്ക് ധന്യൻ പദവിയിലേക്ക് എത്തിയ പഞ്ഞിക്കാരൻ അച്ഛൻ നാളെ സഭയിൽ ഒരു വിശുദ്ധനാണ്. അത് വർഷങ്ങളോളം ഇങ്ങോട്ട് പിന്നിട്ട് പോന്നിട്ടും കണ്ടോ, അത് ഇന്നും ജീവിക്കുകയാണ്. അച്ഛൻ ഇന്നും ഈ സഭയിലൂടെ, ഞങ്ങളിലൂടെ അച്ഛൻ്റെ മൂല്യങ്ങൾ, അച്ഛൻ്റെ ജീവിതം നമ്മളെ ഏറ്റെടുത്ത് ജീവിക്കുകയാണ്. അപ്പോൾ അത് സഭ വളരുകയാണ്, സഭയോട് ചേർത്ത് വെക്കുകയാണ്. വലത്തേറ് ഉയർത്തി പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അതുപോലെ പ്രിയപ്പെട്ടവരെ, വലിയൊരു വിശുദ്ധയാണ് നമ്മളൊക്കെ ഏറെ പ്രാർത്ഥിക്കുന്ന, ഏറെ സ്നേഹിക്കുന്ന അമ്മ വിശുദ്ധ മദർ തെരേസ. വിശുദ്ധ മദർ തെരേസയുടെ ജീവിതത്തിൽ ഈ വിശുദ്ധിയുടെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് ആരാ? വേദപാഠ ക്ലാസ്സിൽ പോയിരുന്നപ്പോഴല്ല, അമ്മയാണ്. ഈ അമ്മ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കൊന്ന്, ഈ അമ്മ കൈ നിറയെ പാത്രത്തിൽ ഭക്ഷണവുമായിട്ട് കൈ നിറയെ വസ്ത്രങ്ങളും ഒക്കെ എടുത്ത് അയൽവക്കത്തെ വീട്ടിലേക്ക് ഓടിപ്പോകുമ്പോൾ ഈ കൊച്ചുമകളും, ഈ മദർ തെരേസ എന്ന കൊച്ചുമകളും കൂടെ പോകും. കൂടെ പോയിട്ട് ഈ അമ്മ ചെയ്യുന്നതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കും. അമ്മ എന്താ ചെയ്തത്? അമ്മ ആരുമില്ലാതെ ഒരു ചെറ്റക്കുടിലിൽ അനാദിയായിട്ട് കിടക്കുന്ന, മക്കളില്ലാതെ, ഭർത്താവില്ലാതെ, ആരുമില്ലാതെ ശുശ്രൂഷിക്കാൻ, സംരക്ഷിക്കാൻ, പരിപാലിക്കാൻ ആരുമില്ലാതെ കിടക്കുന്ന ഒരു പാവപ്പെട്ട അമ്മയുടെ അടുത്ത് പോയി നിന്ന് കുളിപ്പിച്ച് വസ്ത്രം മാറ്റി മിടുക്കിയാക്കി കിടത്തി ഇങ്ങനെ പരിചരിക്കുമ്പോൾ അടുത്ത് നിന്ന് മോള് ചോദിക്കുകയാണ്, അമ്മേ, നമ്മളെന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? നമ്മളെന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? അപ്പം ഈ അമ്മ മോൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്, മോളെ, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം, നമ്മൾ ആരാധിക്കുന്ന ദൈവം, നമ്മൾ സ്നേഹിക്കുന്ന ദൈവം ഈ അമ്മയിലുണ്ട്.
നമ്മൾ അമ്മയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ എല്ലാം ഈശോയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. അന്ന് അവളെ മനസ്സിൽ കുറിച്ചു, ഈ ഒരമ്മയല്ല, ഇഷ്ടംപോലെ അനാഥര് ലോകത്തിലുണ്ട്, മുറിവേറ്റവരുണ്ട്, ആരുമില്ലാത്തവരുണ്ട്, പരിചരിക്കാൻ ആരുമില്ലാത്തവരുണ്ട്, ശുശ്രൂഷിക്കാൻ ആരുമില്ലാത്തവരുണ്ട്, അവർക്കൊക്കെ വേണ്ടി എനിക്ക് ജീവിക്കണം. അങ്ങനെ ആഗ്രഹം വളർന്നു വന്നു. പ്രായത്തിന് പുറത്ത് ദൈവവിളി സ്വീകരിച്ചു. കൽക്കട്ടയുടെ തെരുവീതിയിലൂടെ മുറിവേറ്റ് പഴുത്തും മുറിഞ്ഞും കിടന്നിരുന്നവരെ എല്ലാം ചേർത്ത് പിടിച്ച് അവർക്കെല്ലാം അമ്മയായി തീർന്ന് ദൈവത്തിൻ്റെ പദ്ധതി ഏറ്റെടുത്ത് വിശുദ്ധയായ വിശുദ്ധ മദർ തെരേസയും നമ്മളോട് പറയുന്നു, ആ മകളെ വിശുദ്ധിയിലേക്ക് കൈപിടിച്ചുയർത്തിയത് അവളുടെ അമ്മയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ പറഞ്ഞത്, കുടുംബത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി ജീവിക്കണം. ആമേൻ. അപ്പൊ ദൈവത്തിൻ്റെ പദ്ധതി ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന മക്കള്, നിങ്ങളുടെ വീട്ടിൽ വളരുന്ന മക്കള് ഇതുപോലെ സഭയിൽ വിശുദ്ധരാക്കപ്പെടും, വിശുദ്ധരായിത്തീരും. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17 നമ്മൾ വായിക്കുന്നുണ്ട്, അവർ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ആമേൻ. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കുകയും ആ കുഞ്ഞിനെ വളർത്തുകയും ആ കുഞ്ഞിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികളിലേക്ക് എത്തിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ പുറകിൽ നിങ്ങൾക്കുള്ള അതികഠിനമായ സഹനങ്ങൾ, വേദനകൾ, പ്രശ്നങ്ങൾ, ഇതെല്ലാം നിങ്ങളും മക്കളും വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. അതാണ് കുടുംബത്തിൻ്റെ വിശുദ്ധീകരണമാണ്, കുടുംബത്തിൻ്റെ നവീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം ആഗ്രഹിക്കാത്തതൊന്നും നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കരുത്. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 28-ാമത്തെ തിരുവചനം എങ്ങനെയാ? ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു. എങ്ങനെ അനുഗ്രഹിച്ചു? സന്താനപുഷ്ടിയുള്ളവരായി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. ഹല്ലേലൂയ. എന്താണ് വചനം? എന്താണ്? ദൈവം എങ്ങനെയാ ദമ്പതികളെ അനുഗ്രഹിച്ചത്? ദൈവം എങ്ങനെയാ കുടുംബങ്ങളെ അനുഗ്രഹിച്ചത്? നിങ്ങൾക്ക് മക്കൾ വേണം, അല്ലേ? മക്കൾ വേണ്ട എന്നുള്ള നിലപാട് ദൈവത്തിൻ്റെ പദ്ധതിയാണോ? അല്ല. ആണോ? അല്ല. അപ്പം അങ്ങനെയുള്ള നിലപാടുകളൊക്കെ നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുകയും മക്കളെ വേണ്ട എന്ന് ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, അതിലെ മക്കളുടെ വിശുദ്ധിക്ക് നല്ലൊരു സാഹചര്യം നമ്മുടെ കുടുംബത്തിൽ ഇല്ലാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാകുമ്പോൾ അത് നമ്മൾ പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇസഹാക്കിന് ഭാര്യയെ റെബേക്കയെ തിരഞ്ഞെടുക്കുമ്പോൾ വചനം പറയുകയാണ്, ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഏതാ കർത്താവിൻ്റെ പ്രവൃത്തി? ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ആരാ പ്രവർത്തിക്കുന്നത്? ദൈവമാണ് പ്രവർത്തിക്കുന്നത്. ഇന്നലെയും എന്നോടൊരു സഹോദരി പറഞ്ഞു, അത് ചതിച്ചുള്ള കല്യാണമായിരുന്നു എന്ന് പറഞ്ഞു. അത് ചതിയിൽപ്പെടുത്തിയിട്ടുള്ള കല്യാണമായിരുന്നു പറഞ്ഞു. അങ്ങനെ പറയുന്നവരും ചിന്തിക്കുന്നവരും ഒക്കെ ഓർത്തോളണം, അത് ശരിയല്ല. ഏത് ശരിയല്ല? ചതിച്ചുള്ളൊരു കല്യാണമൊന്നുമില്ല, അല്ലേ? ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവമാണ് എൻ്റെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുത്ത് തന്നത്. അത് രോഗിയായിരിക്കട്ടെ, വൈകല്യങ്ങളുള്ള വ്യക്തിയായിരിക്കട്ടെ, കഴിവില്ലാത്ത വ്യക്തിയായിരിക്കട്ടെ, സൗന്ദര്യമില്ലാത്ത വ്യക്തിയായിരിക്കട്ടെ, പക്ഷേ എനിക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത് തന്നതിനെ ഞാൻ ദൈവത്തിൻ്റെ പ്രവൃത്തിയായിട്ട് തന്നെ കാണണം. സർവ്വീർത്തി ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അപ്പം ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഇപ്പം ഇത്രയും വർഷമായല്ലോ, 10-35 വർഷമായല്ലോ നിങ്ങളിങ്ങനെ ജീവിക്കാൻ തുടങ്ങിയിട്ട്, അപ്പം ഇതാണ് മനസ്സിലിരിക്കുന്നെങ്കിൽ ഇതൊരു ചതിയിൽപ്പെട്ട് നടത്തുന്ന വിവാഹമാണ് എന്ന് നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ഭർത്താവിനെ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എങ്ങനെയാണ് സ്നേഹിക്കാൻ പറ്റുന്ന സിസ്റ്റർ എന്ന് അപ്പോൾ എന്നോട് ചോദിച്ചു. എങ്ങനെയാണ് സ്നേഹിക്കാൻ പറ്റുന്നത്? പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കാൻ പറ്റുന്നതും സ്നേഹിക്കാൻ പറ്റുന്നതും സഹിക്കാൻ പറ്റുന്നതും ഒരൊറ്റ കാര്യത്താലാണ്. എന്താണ് ആ കാര്യം? ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. പറഞ്ഞ് കരങ്ങളൊന്ന് കൂപ്പിപ്പിടിച്ച് ഭർത്താവിനെ ഒന്ന് മനസ്സിൽ കണ്ടേ, ഭാര്യയെ ഒന്ന് മനസ്സിൽ കണ്ടേ. ഇനി ജീവിതത്തിൽ ഒരിക്കലും പറയരുത്. എന്ത് പറയരുത്?
ഇതൊരു ചതിവിലൂടെ പെട്ടതാണ്, അല്ലെ ആരെങ്കിലും കബളിപ്പിച്ചതാണ്, ആരെങ്കിലും വഞ്ചിച്ചതാണ്, അങ്ങനൊന്നും പറയരുത്. ഉള്ളിൽ സ്നേഹം വരണമെങ്കിൽ, ജീവിത പങ്കാളിയോട് ഉള്ളിലൊരു സ്നേഹം വരണമെങ്കിൽ, ജീവിത പങ്കാളിയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കണമെങ്കിൽ ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കണം. ദൈവമാണ് എനിക്ക് തന്നത്. ഈ മറിയാമ്മ ചേച്ചീനെ, ഈ മാത്തുച്ചേട്ടനെ, ഈ പൗലോസ് ചേട്ടനെ, ഈ ജോസഫ് ചേട്ടനെ, ഈ ചിന്നമ്മ ചേച്ചിയെ, ഈ റോസമ്മ ചേച്ചിയെ എനിക്ക് ദൈവമാണ് തന്നത് എന്നുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടെങ്കിലേ എനിക്ക് ആ വ്യക്തി ആയിരിക്കുന്നത് പോലെ സ്നേഹിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആമീൻ ഹല്ലേലൂയ, ആമീൻ ഹല്ലേലൂയ, ആമീൻ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ കാര്യം ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ ഔസേപ്പിതാവ് ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി മാത്രം ജീവിച്ച വ്യക്തിയായതുകൊണ്ട് ഔസേപ്പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ കുടുംബജീവിതക്കാരോട് പറഞ്ഞിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ആ കാര്യം അത് നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ സ്വീകരിക്കണം. എന്താണ് ആ കാര്യം? കുടുംബം ദൈവത്തിൻ്റെ പദ്ധതി ജീവിക്കാനുള്ള ഇടമാണ്. ദൈവത്തിൻ്റെ പദ്ധതി പൂത്ത് വിരിയാൻ, പുഷ്പിക്കാനുള്ള ഇടമാണ് കുടുംബം. ഇതൊരു ദൈവവിളിയാണ്, ഇതൊരു വലിയ ദൈവിക രഹസ്യമാണ്. ഇതിൽ ദൈവത്തിന് പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ സാന്നിധ്യം കുടുംബത്തിലുണ്ട്. ആമീൻ. വലത്തേറും ഉയർത്തി പറഞ്ഞേ ആമീൻ ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ആമീൻ ഹല്ലേലൂയ.